ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു എൻ്റെ രാത്രിക്കത്തെ ഒരു വീഡിയോ കേട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. ഈ രാത്രിക്കത്തെ വീഡിയോ ഷെയർ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലത്തേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ കുക്കിംഗ് ചെയ്യാമെന്നുള്ളൊരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് മക്കളുമില്ല റാഫിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി തക്കാളി കൂട്ടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ രാത്രി അത് പറ്റില്ലല്ലോ. അപ്പം ഞാൻ രാത്രിത്തേക്ക് കുറച്ച് മീൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഇപ്പം മോനായതിനു ശേഷം റാഫിക്ക മീൻ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരല്. പക്ഷേ ഇന്ന് എന്താവോ കട്ട് ചെയ്യാതെ കൊണ്ടുവന്നു. അപ്പം ഞാനത് കട്ട് ചെയ്ത് മുറിച്ചാകുമ്പോഴേക്കും കുട്ടികളെല്ലാം ഉറങ്ങും. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ നീ മസാല കൂട്ടിക്കോ, ഞാൻ അപ്പോൾ ഇത് ചിക്കൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ ചിക്കൻ കറി എന്താ വെച്ചാൽ നമ്മൾ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ആദ്യം വാട്ടുക. ആ വാട്ടിനേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ തേങ്ങ ചിരക്കി. എനിക്ക് വെള്ളപ്പത്തേക്കും വേണം തേങ്ങ. പിന്നെ നാളെ ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനാണ് മനസ്സിൽ വിചാരിച്ച്. അപ്പോൾ അതിനും തേങ്ങ വേണം. അപ്പോൾ രണ്ടിനും കൂടി കണ്ടിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ രാത്രി എന്തെങ്കിലും പണി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലത്തെ കുറച്ച് പണിയെങ്കിലും ഒന്നൊക്കെ തേങ്ങ ചിരണ്ടി വെക്കുക, അല്ലെങ്കിൽ ഉപ്പേരിക്ക് അരിഞ്ഞ് വെക്കുക, പിന്നെ മറ്റെന്തെങ്കിലും കറിക്കുള്ളത് അരിഞ്ഞൊക്കെ വെച്ചാൽ നമുക്ക് ഒരു ആശ്വാസത്തിൽ കിടക്കുക. ഞാൻ എൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. കാരണം രാത്രി എന്തായാലും നമ്മൾ പണി എടുക്കുകയാണല്ലോ, അതിൻ്റെ കൂടെ ഒരു 10-15 മിനിറ്റ് എയർ എടുത്തിട്ട് രാവിലത്തെ എന്തെങ്കിലും തീർത്ത് വെക്കുക. ഞാൻ ഇപ്പോൾ ഇന്ന് ഗ്രീൻ പീസിനുള്ള ഗ്രീൻ വെള്ളത്തിലിട്ട് ഉരുളക്കിഴങ്ങും അരിഞ്ഞ് മുറിച്ച് കട്ട് ചെയ്ത് തേങ്ങയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രാവിലത്തെ പകുതി പണി അവിടെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എണീച്ച് ആകെ അവ കൂവാവും. കാരണം എന്താ വെച്ചാൽ മോൻ്റെ സ്വഭാവം എപ്പോഴും മാറിക്കൊണ്ടിരിക്കല്ലേ, ചെറിയ ബേബിയല്ലേ. അപ്പം ഞാൻ അവന് ചെറുങ്ങനെ ഉറങ്ങിയപ്പോൾ പെട്ടെന്ന് ചെയ്യാണ്. പക്ഷേ എൻ്റെ ഈ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവൻ എഴുന്നേറ്റ് കേട്ടോ. പിന്നെ അവന് പാല് കൊടുത്തിട്ട് പിന്നെയും എന്താ പറയുക അടുക്കളയ്ക്ക് വന്നതാണ്. അപ്പോൾ ഇതാ നാളത്തെ കറിക്കുള്ള സാധനം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും പിന്നെ തേങ്ങ അരച്ചതും, തേങ്ങ ചിരകിയതും ഉണ്ട്. ഒരു 4-5 വെളുത്തുള്ളി ഞാൻ തൊലിയോടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിക്കത്തെ ഏകദേശം പണി കുറച്ചും കൂടി ഫിനിഷിങ് ആയിട്ടുണ്ട്. പക്ഷെ മോൻ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ആ മീനും കൂടി കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ രാവിലെ വല്ലാതെ ബുദ്ധിമുട്ട് വരേണ്ടിയല്ല. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഞാനിതാ മക്കൾക്ക് ചോറ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ 2-3 കുട്ടികളുള്ള ഉമ്മമാരാണെങ്കിൽ മാക്സിമം നമ്മൾ വാരി കൊടുക്കാൻ നോക്കട്ടോ. എന്നാൽ നമ്മളെ പണിയും കുറഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ വാരി കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് നമ്മളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും കൂടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മോനെ ഉറങ്ങിക്കഴിഞ്ഞ് അവർക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം മീനും മുറിച്ച് വെച്ച് ഒക്കെ സെറ്റാക്കി. ഇപ്പം നിങ്ങളോട് പറയാച്ച ഭയങ്കര മൈൻഡ് തന്നെ ഭയങ്കര ഓക്കെ. കാരണം രാവിലെ കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ല, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ സൗണ്ട് അടഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ രാവിലെ എണീച്ച് അടുപ്പ് ഓൾറെഡി ചോറിനുള്ള കത്തിച്ചു, ചായ വെച്ചു, പിന്നെ കറിക്കുള്ളത് കുക്കറിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ വെള്ളപ്പം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാൻ രാത്രി അത്രയൊക്കെ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ വല്ലാതെ സമയം വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതാ ഈ ഗ്രീൻ പീസ് കറി കുറച്ച് കുറുകണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഉടച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല കുറുകി കിട്ടും. ഇനി അടുത്ത് ഇതാ ഒരു നല്ലൊരു മീൻ മുളകിട്ടതാണ്. ആദ്യം ഉലുവ പൊട്ടിക്കുക. പിന്നെ മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ചീരുള്ളി ഇടാൻ പറ്റുമോ, അതായത് നമ്മളെ മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്രത്തോളം ഉള്ളി ഇടാൻ പറ്റുമോ അത്രത്തോളം ഉള്ളി ഇടുക. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇടുക. പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഉടച്ചെടുക്കുക കേട്ടോ. നല്ലവണ്ണം ഉടച്ച് എടുക്കുക. പിന്നെ ഇതാ ഞാൻ അപ്പോത്തിന് മീനിലേക്ക് കുറച്ച് കായം തേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മക്കൾക്ക് പേഴ്സണലി ഇഷ്ടം പൊരിച്ച മീനാണ്. കറിയത്തത് ഞാനും ഇക്കും മോളും മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഈ പുളി എന്ന് പറഞ്ഞാൽ വാളംപുളി ഇല്ലേ, അത് ഞാൻ ഉപ്പിലിട്ട് വെച്ചതാട്ടോ. അത് ഒരു കഷ്ണം ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഞാൻ വാളംപുളീൻ്റെ ആ മിക്സും വാളംപുളിയോട് ഇട്ട് കൊടുത്തു. പിന്നെ മീനും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് ആ മീൻ കറി ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ ഈ കറി. നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം എൻ്റെ പണി 10:30 മുന്നേ തന്നെ ഫിനിഷിംഗ് ആയി. ഒരു 9 മണി ഒക്കെ ആയപ്പോഴത്തേക്കും മീൻ കറിയും
ചോറും ഒക്കെ ആയിട്ടുണ്ട്, പിന്നെ രാവിലത്തതും ആയിട്ടുണ്ട്. കാരണം ഒരുപാട് പണി രാത്രി ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനൊരു ഗുണം കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മീനും കൂടി പൊരിക്കാനുള്ളൂ, അപ്പോൾ അത് കൂടി ചെയ്താൽ ഇന്നത്തെ പണി ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഞാൻ കുറേ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു 9-9:15 പിള്ളേർ മദ്രസ വിട്ട് വരുമ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും രാത്രി ജോലിക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കുറേയൊക്കെ പണികളൊക്കെ തീർത്ത് വെക്കട്ടോ. അപ്പോൾ നല്ല മനസ്സിന് റിലാക്സ് കിട്ടും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബായ്.